മധ്യപൂർവേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ വീണ്ടും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാനം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. മിസൈൽ ആക്രമണങ്ങളും പരസ്പരമുള്ള കടുത്ത ഭീഷണികളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രധാന വാർത്തകളായി നിറയുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് പ്രവേശിച്ചതായാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. നയതന്ത്ര ചർച്ചകളുടെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ട് ഇരുപക്ഷവും കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഒരു വലിയ യുദ്ധഭീതിയാണ് മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് പ്രവർത്തിച്ച വിദേശ ശൃംഖലകൾക്കെതിരെ ടെഹ്റാൻ ഇപ്പോൾ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ശത്രു രാജ്യങ്ങളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തുകയും ചെയ്തു എന്ന് ആരോപിക്കപ്പെടുന്ന 47 വ്യക്തികളുടെ ആസ്തികൾ ഇറാനിയൻ അധികൃതർ ഔദ്യോഗികമായി പിടിച്ചെടുത്തതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഭരണകൂട വിരുദ്ധ പ്രചാരണങ്ങൾ മുതൽ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന കടുത്ത കുറ്റകൃത്യങ്ങളിൽ വരെ ഈ വ്യക്തികൾക്ക് പങ്കുണ്ടെന്നാണ് ഇറാന്റെ ഔദ്യോഗിക വിശദീകരണം. ഇറാൻ സർക്കാരിന്റെ അന്വേഷണ പരിധിയിൽ വന്നിരിക്കുന്ന ഈ വ്യക്തികളിൽ പലരും നിലവിൽ രാജ്യത്തിന് പുറത്താണ് താമസമെന്നത് ഈ കേസിന്റെ അന്താരാഷ്ട്ര വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, തുർക്കി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഖത്തർ തുടങ്ങിയ വിവിധ വിദേശ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവരിൽ ഭൂരിഭാഗവും പ്രവർത്തിക്കുന്നത്. ഈ രാജ്യങ്ങളിലിരുന്ന് ഇറാന്റെ ആഭ്യന്തര സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ചാര സംഘടനകളുടെയും ശത്രു ശൃംഖലകളുടെയും കടുപ്പമേറിയ വേരുകൾ അറുത്തുമാറ്റാനാണ് ടെഹ്റാൻ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഈ കടുത്ത ആഭ്യന്തര നടപടികൾക്ക് സമാന്തരമായി വാഷിംഗ്ടണിൽ നിന്നും ഇറാനെതിരെ കടുത്ത മുന്നറിയിപ്പുകളാണ് പുറത്തുവരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോടുള്ള തന്റെ സമീപനത്തിൽ വലിയൊരു നയതന്ത്ര വ്യതിയാനം വരുത്തിയിരിക്കുന്നു എന്നത് പുതിയ സംഭവ വികാസങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പുതിയൊരു ആണവ സുരക്ഷാ കരാറിലെത്താൻ ഇറാൻ മനഃപൂർവ്വം സമയം വൈകിപ്പിക്കുകയാണെന്നും ഇതിന് അവർ വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് ട്രംപ് ഇപ്പോൾ പരസ്യമായി ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ ഇറാനുമായി ഒരു പുതിയ കരാർ സാധ്യമാണെന്ന തരത്തിൽ സംസാരിച്ചിരുന്ന ട്രംപിന്റെ ഭാഗത്തു നിന്നും പെട്ടെന്നുണ്ടായ ഈ ഭാവമാറ്റം പശ്ചിമേഷ്യൻ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്ന പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് വൈറ്റ് ഹൗസ് തങ്ങളുടെ ഏറ്റവും കടുത്ത നിലപാടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഏതൊരു നീക്കത്തെയും സൈനികമായി നേരിടാൻ അമേരിക്കൻ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് വിവരം. ഇറാന്റെ ഔദ്യോഗിക സുരക്ഷാ ഏജൻസികൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പിടിച്ചെടുക്കപ്പെട്ട ആസ്തികൾ വലിയൊരു തരംഗത്തിന്റെ തുടക്കം മാത്രമാണ്. പാശ്ചാത്യ ശക്തികളുടെയും ഇസ്രായേലിന്റെയും ചാര സംഘടനകളുമായി ചേർന്ന് ഇറാനിൽ അട്ടിമറിക്ക് ശ്രമിച്ചവരുടെ സാമ്പത്തിക സ്രോതസ്സുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലിരുന്ന ഇറാന്റെ ആഭ്യന്തര ഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾക്കുള്ള ശക്തമായ സന്ദേശമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. ജർമ്മനിയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ഖത്തർ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിലും ഇറാന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഗ്രൂപ്പുകൾ സജീവമാണെന്ന കണ്ടെത്തൽ പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് വഴിതെളിച്ചേക്കാം. ഈ രാജ്യങ്ങളോട് പ്രതികളെ വിട്ടുകിട്ടാൻ ഇറാൻ ആവശ്യപ്പെടുമോ അതോ അവരുടെ സാമ്പത്തിക ശൃംഖലകളെ അന്താരാഷ്ട്ര തലത്തിൽ പൂട്ടാൻ ശ്രമിക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ട കാര്യമാണ്. നയതന്ത്ര തലത്തിൽ ഈ രാജ്യങ്ങളുമായുള്ള ഇറാന്റെ ബന്ധത്തെ ഇത് ബാധിച്ചേക്കാം. മറുവശത്ത് അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ഇതിനകം തന്നെ പ്രതിസന്ധിയിലായ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ലക്ഷ്യം. സമയം വൈകിക്കുന്നത് ഇറാന്റെ നിലനിൽപ്പ് കൂടുതൽ അപകടത്തിലാക്കുമെന്ന മുന്നറിയിപ്പിലൂടെ ചർച്ചകളിൽ തങ്ങൾക്ക് അനുകൂലമായ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ തലകുനിക്കാൻ തങ്ങൾ തയ്യാറല്ല എന്ന കടുത്ത നിലപാടിലാണ് ടെഹ്റാൻ. മിസൈൽ ആക്രമണങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ അടിയന്തര വിന്യാസങ്ങളും മിഡിൽ ഈസ്റ്റിലുടനീളം യുദ്ധകാല അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. പേർഷ്യൻ ഗൾഫിലെ US താവളങ്ങളും ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും പരസ്പരം ലക്ഷ്യമിട്ട് അതീവ ജാഗ്രതയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഏത് നിമിഷവും ഒരു ചെറിയ പ്രകോപനം പോലും ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിതെളിച്ചേക്കാവുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ രണ്ട് വൻ ശക്തികൾ തമ്മിലുള്ള കടുത്ത ഏറ്റുമുട്ടൽ മേഖലയിലെ മറ്റ് വിദേശ സഖ്യകക്ഷികളെയും കടുത്ത ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനകം തന്നെ ശക്തമാക്കിയിട്ടുണ്ട്.
തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാന്റെ മിസൈലുകളുടെ ലക്ഷ്യസ്ഥാനമായി മാറുമോ എന്ന ഭീതി ഈ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾക്കുണ്ട്. ആഗോള എണ്ണ വിപണിയെയും ഈ നയതന്ത്ര യുദ്ധം സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്കിന് സമീപമുള്ള സുരക്ഷാ പ്രതിസന്ധികൾ എണ്ണക്കപ്പലുകളുടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഭീഷണിയാകുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ധനവില കുതിച്ചുയരാൻ കാരണമാകും. ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളും ഭൗമരാഷ്ട്രീയ നിരീക്ഷകരും ഈ സംഘർഷത്തിന്റെ ഓരോ ചലനങ്ങളെയും അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കിയതോടെ രാജ്യത്തിനുള്ളിലെ വിദേശ ഏജന്റുമാരെയും മൊസാദ് ശൃംഖലകളെയും കണ്ടെത്താനുള്ള വലിയൊരു വേട്ടയാണ് നടക്കുന്നത്. പിടിച്ചെടുക്കപ്പെട്ട 47 വ്യക്തികളുടെ ആസ്തികൾക്ക് പുറമെ ഇവർക്ക് ധനസഹായം നൽകിയ മറ്റു ചില തദ്ദേശീയ വ്യവസായ ഗ്രൂപ്പുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന ഇറാന്റെ പരമോന്നത നേതാക്കൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപിന്റെ വില നൽകേണ്ടി വരുമെന്ന ഭീഷണിക്ക് പിന്നിൽ പുതിയ സാമ്പത്തിക ഉപരോധങ്ങളോ അല്ലെങ്കിൽ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ നേരിട്ടുള്ള സൈനിക നടപടിയോ ഉണ്ടാകാമെന്നാണ് പെന്റഗൺ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകാത്ത പക്ഷം തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US പദ്ധതിയിടുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ പരസ്യമായ ലംഘനമാണെന്ന് ഇറാൻ ആരോപിക്കുന്നു. ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യാന്തര സംഘടനകൾ ഇരുപക്ഷത്തോടും സമാധാനം പാലിക്കാനും നയതന്ത്ര ചർച്ചകളിലേക്ക് തിരിച്ചു വരുവാനും അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും രണ്ടു ഭാഗത്തു നിന്നും അനുകൂലമായ മറുപടിയല്ല ഉണ്ടാകുന്നത്. പരസ്പര വിശ്വാസമില്ലായ്മ അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഇടക്കാല കരാർ പോലും സാധ്യമാകാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ഈ സംഘർഷം കാരണം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് വരുന്ന പ്രവാസി സമൂഹം വലിയ ആശങ്കയിലാണ്. യുദ്ധസമാനമായ അന്തരീക്ഷം തങ്ങളുടെ തൊഴിലിനെയും ആഭ്യന്തര സുരക്ഷയെയും ബാധിക്കുമോ എന്ന ഭയം പ്രവാസികൾക്കിടയിൽ പടർന്നിട്ടുണ്ട്. പല വിദേശ രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്കായി പ്രത്യേക സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇതിനകം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യയും ആധുനിക ഡ്രോൺ വ്യൂഹവും തങ്ങൾക്ക് വലിയൊരു പ്രതിരോധ കവചം തീർക്കുന്നുണ്ടെന്ന ആത്മവിശ്വാസത്തിലാണ് ടെഹ്റാൻ. അമേരിക്ക നേരിട്ട് ആക്രമിച്ചാൽ തങ്ങളുടെ പ്രതികാര നടപടികൾ വാഷിംഗ്ടണിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് അമേരിക്കയെ പുതിയ നീക്കങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ പിന്തിരിപ്പിക്കുന്നുണ്ട്. വരും മണിക്കൂറുകൾ പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അമേരിക്കൻ കോൺഗ്രസും സൈനിക തലവന്മാരും അടിയന്തര യോഗങ്ങൾ ചേർന്ന് ഇറാന്റെ പുതിയ നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയാണ്. മറുവശത്ത് ഇറാന്റെ ദേശീയ സുരക്ഷാ കൗൺസിലും തങ്ങളുടെ ആഭ്യന്തര സുരക്ഷ ശക്തമാക്കാനും വിദേശ ഭീഷണികളെ നേരിടാനും ഒത്തുകൂടുന്നുണ്ട്. 47 വിദേശ ബന്ധമുള്ള വ്യക്തികളുടെ ആസ്തികൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള ഇറാന്റെ ആഭ്യന്തര നടപടിയും സമയം വൈകുന്നതിനെതിരെ വില നൽകേണ്ടി വരുമെന്ന ട്രംപിന്റെ മാരകമായ ഭീഷണിയും മധ്യപൂർവേഷ്യയെ വീണ്ടും ഒരു തീക്കളിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. സമാധാനത്തിന്റെ എല്ലാ പ്രതീക്ഷകളും കരിഞ്ഞുണങ്ങിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇപ്പോൾ യുദ്ധത്തിന്റെ ഭീതിപ്പെടുത്തുന്ന കാഹളം മാത്രമാണ് കേൾക്കുന്നത്.